തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ തവണ പൂരത്തിനുണ്ടായ ചില പ്രശ്നങ്ങളൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ വളരെ ജാഗ്രതയോടെ ഇത്തവണത്തെ പൂരത്തെ സമീപിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാ പൂരത്തിനും മുന്നൊരുക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ കഴിഞ്ഞ തവണ ഉണ്ടായ ചില പ്രശ്നങ്ങളുടെ പേരിൽ അതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രത ഇത്തവണ എടുക്കുകയാണ്. മുഖ്യമന്ത്രി നേരിട്ട് മുന്നൊരുക്കങ്ങൾ വിലയിരുത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി പ്രത്യേക ആക്ഷൻ പ്ലാൻ രൂപീകരിക്കാൻ തന്നെ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം കൂടി മുഖ്യമന്ത്രി പറയുന്നുണ്ട്. ഈ സുരക്ഷാ മുന്നൊരുക്കങ്ങളൊക്കെ സ്വീകരിക്കുമ്പോൾ തന്നെ ആചാരങ്ങൾക്ക്, ആ ചടങ്ങുകൾക്ക് ഒരു കോട്ടവും തട്ടരുതെന്നും മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശമുണ്ട്. വിവരങ്ങളുമായി നിർബൻ തിരുവനന്തപുരത്ത് നിന്ന് ഒരിക്കൽ കൂടി ചേരുകയാണ്. ഇന്ന് നിർബന് പിടിപ്പത് പണിയുള്ള ദിവസമാണ്. നിർബൻ ചേട്ടാ, ഇന്ന് ഒരുപാട് വാർത്തകളുടെ തള്ളിക്കയറ്റം തിരുവനന്തപുരത്ത് നിന്ന് കാണുന്നുണ്ട്. തിരക്കുകളുടെ ദിവസമാണെന്ന് തോന്നുന്നു. ഏതായാലും നമുക്ക് ഈ തൃശ്ശൂർ പൂരത്തിന്റെ മുന്നൊരുക്കങ്ങളെ മുഖ്യമന്ത്രി ഏത് രീതിയിലാണ് വിലയിരുത്തിയിരിക്കുന്നത് എന്നറിയേണ്ടതുണ്ട്. കഴിഞ്ഞ തവണത്തെ ചില പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ സർക്കാർ കൂടുതൽ ജാഗ്രത എടുക്കുകയാണോ ഇത്തവണ? തീർച്ചയായും മനു പറഞ്ഞത് ആണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. കഴിഞ്ഞ തവണ ഉണ്ടായ സാഹചര്യം, പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമൊക്കെ കേരളത്തിൽ ജനങ്ങൾക്ക് അറിയാവുന്നതാണ്. രണ്ടാമത് ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലായിരുന്നു. എങ്ങനെയായിരുന്നു അതൊരു വലിയ തരത്തിൽ വിവാദമാക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. അത്തരത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോകരുത് എന്ന സൂക്ഷ്മത തന്നെയാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തുള്ളത്. ആചാരങ്ങൾക്കും ചടങ്ങുകൾക്കും ഒരു തരത്തിലുള്ള കോട്ടം തട്ടാതെ ഇത്രയും വലിയ ജനങ്ങൾ വരുന്ന, വെടിക്കെട്ട് നടക്കുന്ന, ഒപ്പം തന്നെ ആന എഴുന്നള്ളിപ്പ് അടക്കമുള്ള ഇത്രയും ആനകൾ ഉള്ള എത്തുന്ന അത്രയും വലിയ ഒരു വിപുലമായ ആചാര ചടങ്ങുകളൊക്കെ നടക്കുന്ന ഒരു പൂരമാണ്. ആ പൂരം മെയ് 6-നാണ്. ആ പൂരത്തിന് അനുസരിച്ചിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തുക എന്നതാണ്. പൂരം സുരക്ഷാ മാസ്റ്റർ പ്ലാനാണ് സർക്കാർ തയ്യാറാക്കിയിട്ടുള്ളത്. അതിനനുസരിച്ചിട്ടുള്ള ക്രമീകരണങ്ങളാണ് ഇത്തവണ ഉണ്ടാകുക. ഒന്ന്, വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ. കേന്ദ്രത്തിൻ്റെ എക്സ്പ്ലോസീവ് ആക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട്. അത് ഈ പൂരം, വിവിധ പൂരവുമായി ബന്ധപ്പെട്ട ക്ഷേത്ര സമിതി അംഗങ്ങൾ പലതരത്തിലുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ നിലവിലുള്ള ആക്റ്റും ചട്ടം അനുസരിച്ചിട്ടുള്ള അതിൻ്റെ പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. അവയെ സംബന്ധിച്ച് ഇളവുകൾ, അത് എങ്ങനെ നടത്തിക്കൊണ്ടുപോകാൻ എന്നുള്ള കൂടിയാലോചന. ഒപ്പം തന്നെ ആനകളെ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ സുരക്ഷ, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, ഇത്തരം കാര്യങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ നേരത്തെ വിലയിരുത്തേണ്ടതുണ്ട്. അതെല്ലാം പരിശോധിച്ചിട്ടാണ് മുഖ്യമന്ത്രി നേരിട്ട് തന്നെ യോഗം വിളിച്ചത്. മുഖ്യമന്ത്രി, ഒപ്പം തന്നെ ചീഫ് സെക്രട്ടറി, മന്ത്രിമാർ, കേന്ദ്ര സഹമന്ത്രി, അങ്ങനെ ഈ പൂരവുമായി ബന്ധമുള്ള മുഴുവൻ പേരെയും വിളിച്ച് ക്ഷേത്ര ഭരണസമിതി അംഗങ്ങൾ, ദേവസ്വം ബോർഡ്, വിവിധ മന്ത്രിമാർ അടക്കം ചേർന്നാണ് യോഗം ചേർന്നത്. പൂരം നടത്തിപ്പിൽ ഒരു തരത്തിലുള്ള അനിശ്ചിതത്വവും ഇത്തവണ ഉണ്ടാകരുത് എന്നതാണ് യോഗത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. ആചാരകാര്യങ്ങൾക്ക് ഒരു തരത്തിലുള്ള കോട്ടവും ഇത് സംബന്ധിച്ച് ഉണ്ടാകാൻ പാടില്ല. ഒപ്പം തന്നെ പൂരം എക്സിബിഷനുമായി ബന്ധപ്പെട്ട് വടക്കുന്നാഥ ക്ഷേത്ര മൈതാനം അനുവദിക്കുന്നത് സംബന്ധിച്ച്, അതിൻ്റെ തറവാടക നിശ്ചയിക്കുന്നത് സംബന്ധിച്ച് ദേവസ്വം ബോർഡിന് വേണ്ട നടപടികൾ അടിയന്തരമായി സ്വീകരിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സുരക്ഷാ മുൻകരുതലിൽ, ഒപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെടിക്കെട്ട്, ആന എഴുന്നള്ളിപ്പ് എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കോടതി ഉത്തരവുകളും നിയമങ്ങളും പാലിച്ചുകൊണ്ട് അവ ഉറപ്പാക്കിക്കൊണ്ട് അവ നടപ്പിലാക്കാനുള്ള ക്രമീകരണം ഉറപ്പാക്കണം. എക്സ്പ്ലോസീവ് ആക്ട് നടപടികൾ സംബന്ധിച്ച് കേന്ദ്രത്തിൻ്റെ നിർദ്ദേശമുണ്ട്. അത് നിയമപരമായി പലതരത്തിലുള്ള കടമ്പകളുണ്ട്. ആനകളെ എഴുന്നള്ളിക്കുന്നതിനും ആനകൾക്ക് ശരിയായ വിശ്രമം, പൊതുജനങ്ങളുടെ സുരക്ഷ എന്നിവ ഉറപ്പുവരുത്താനുള്ള നടപടികൾ പോലീസുമായി ചേർന്ന് ഒരുക്കണമെന്നതാണ് യോഗത്തിലുണ്ടായ ധാരണ. കഴിഞ്ഞ വർഷം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ വർഷം ഉയർന്നു വന്ന ആക്ഷേപങ്ങളും പരാതികളും ഈ വർഷം ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കാനുള്ള ജാഗ്രതാ നടപടികൾക്കാണ് ഈ ഉന്നതതല യോഗം ചേർന്ന് കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ആ യോഗത്തെ സംബന്ധിച്ചിടത്ത് പറയുമ്പോൾ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ, ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു, ചീഫ് സെക്രട്ടറി, ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി, ഒപ്പം തന്നെ വിവിധ പോലീസ് വകുപ്പുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ, വനം വകുപ്പ്, ഒപ്പം ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംബന്ധിച്ച് ക്രമീകരണം വരുത്തുന്നതിന് വേണ്ടാണ് വനംവകുപ്പ് മേധാവി ഗംഗാ സിംഗ്. അങ്ങനെ തന്നെ ഈ പോലീസിൻ്റെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും വളരെ വിപുലമായ യോഗമാണ് ചേർന്നത്. മെയ് 6-ന് നടക്കുന്ന തൃശ്ശൂർ പൂരം ഇത്തവണ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളോ സംഘർഷങ്ങളോ മറ്റു തരത്തിലുള്ള വിവാദങ്ങളിലോ പോകാതിരിക്കാനുള്ള ജാഗ്രത ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതൽ നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നത്. അതിനുള്ള നിർദ്ദേശങ്ങളാണ് മുഖ്യമന്ത്രി യോഗത്തിൽ നൽകിയിട്ടുമുള്ളത്. മനു.